മതി മോളെ പറിച്ചത്. നീ ഇങ്ങനെ പറിച്ചു പറിച്ച് എന്റെ തല മുട്ടയാക്കും. എനിക്കിങ്ങനെ ആരുടെങ്കിലും നരച്ചുമുടി പറിക്കുന്നതേ എന്തൊരു ഇഷ്ടമാണെന്നോ. ഓ, അപ്പൊ നീ എനിക്ക് വയസ്സായി എന്ന് പറയാ അല്ലേ? എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. വീട്ടിൽ ഡാഡിയുടെ മുടി പറിക്കാന്ന് വെച്ചാ ഒരു രക്ഷയില്ല. ഓ, നരച്ച മുടി പറിക്കാൻ നിന്റെ ഡാഡിക്ക് മുടി ഉണ്ടായിട്ട് വേണ്ടേ? ആ, അത് തന്നെ. ഡാഡിയുടെ തലയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഗുഡ് നൈറ്റ്. അത് ശരിയാ. പത്മാവതി, എന്താ മഞ്ജു നല്ല മിടുക്കിയല്ലേ? എന്താ ഇങ്ങനെ തോന്നാൻ? അല്ല, അവളെ നമ്മുടെ രവിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ? അവനിങ്ങനെ പറഞ്ഞു? ഇല്ലില്ല, അവളെ കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവൻ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന പെണ്ണിന് ഫാഷൻ പരീഡ് നയിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ലല്ലോ. അടക്കോ ഒതുക്കോ ഒരു പെണ്ണിനാണ് ഇവിടെ ആവശ്യം. ഇങ്ങനെയുള്ള പെൺകുട്ടികൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ. യൂസ്ലെസ്. എന്താ കഴിക്കുന്നേ? ചിക്കനോ? താൻ ആള് കൊള്ളാമല്ലോ. താനല്ലേ പറഞ്ഞത് ഈ വീട്ടിൽ മത്സ്യമാംസം വെക്കത്തില്ലെന്ന്? എന്നിട്ട് താനെന്താ കഴിക്കുന്നേ? ഞാൻ ആന്റിയോടും ചോദിച്ചു. എന്റെ പൊന്നു, ചതിക്കരുത്. ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. അല്ല, ഇതെന്താ വെന്തിയോ? ഇതാരുടെ? എന്റെ. സത്യം പറയണ താനാരാ? പറയാ, ഞാൻ ഭാര്യനല്ല, സത്യക്രിസ്ത്യാനിയാ. പേര് വക്കച്ചൻ, വീട് നരണം. ക്രിസ്ത്യാനിക്ക് എങ്ങനെ നായർ വീട്ടിൽ ജോലി കിട്ടും? ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പകല് വെന്തിങ്ങ ഊരി വെച്ച് പൂണൂലിടും. രാത്രി എല്ലാരും ഉറങ്ങി കഴിയുമ്പോ പൂണൂൽ ഊരി വെച്ച് വെന്തിങ്ങ ഇടും. പിള്ളകുട്ടി പരാധീനക്കാരനാണ്. കുഞ്ഞെന്റെ ഭാര്യയുടെ ഉദ്യോഗം വാരിക്കളയരുത്. ശരി, വക്കച്ചിന് ഭാര്യയായി തന്നെ വാഴ്ത്താം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കുഞ്ഞ് പറയണ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. താൻ ഈ രാത്രി ഉണ്ടാക്കുന്ന നോൺ വെജിറ്റേറിയൻ അതൊക്കെ കേൾക്കും. താൻ ഈ രാത്രി ഉണ്ടാക്കുന്ന നോൺ വെജിറ്റേറിയൻ അതിന്റെ ഒരു പങ്ക് എന്റെ റൂമിൽ കൂടി ദിവസം എത്തിക്കണം. എത്തിച്ചോളാം. ശരി, കഴിച്ചോളൂ. കുഞ്ഞേ, എന്താടോ? എന്റെ ചിക്കൻ എന്തെങ്കിലും കൊച്ചമ്മ അറിയരുതേ. ഇല്ല. ഹലോ, കണ്ണൂരിൽ നിന്ന് ട്രങ്കോളോ? കണക്ട് ചെയ്യൂ. ഹലോ, ആരാ? ആ ചേട്ടനാണോ? എന്താ ജയദേവന്റെ വിവാഹോ? ഈ 15 ഫിക്സ് ചെയ്തിരുന്നോ? വെരി ഗുഡ്. ഇല്ല, അദ്ദേഹത്തിന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് സുഖമില്ലായിരിക്കല്ലേ? പിള്ളേരെല്ലാരും വരുന്നുണ്ട്. തലേ ദിവസം തന്നെ അയക്കാം. എന്താ? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. എന്നാ വെക്കട്ടെ. ശരി. കണ്ണൂരിൽ നിന്ന് ചേട്ടനാ. ഈ 15-ാം തീയതി ജയദേവന്റെ വിവാഹമാണെന്ന്. അവൻ കുറെ നാളായാലും പെണ്ണ് കാണാൻ തുടങ്ങിയിട്ട്. ആരൊക്കെയാ മമ്മി പോകുന്നത്? ഡാഡി ഞാനും വരുന്നില്ല. നിങ്ങൾ എല്ലാവരും പോയാ മതി. അപ്പോ മമ്മി വരുന്നില്ലേ? ഇല്ല, ഡാഡിക്ക് സുഖമില്ലായിരിക്കുമ്പോ ഞാനെങ്കിലും ഇവിടെ വേണ്ടേ? പിന്നെ ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തേക്കണം. വെക്കേഷൻ ടൈമാ, റഷ് കാണും. ശരി. നിങ്ങളെല്ലാം എവിടേക്കാ? ഫാക്ടറിയിലേക്ക്. നിങ്ങൾ ഫാക്ടറിയിലേക്കാണോ? അല്ല, അന്നകത്തേക്ക് പോയിക്കോളൂ.
ഞങ്ങൾ ആ, ഞങ്ങള് ആ സുരേഷ്, ദാ. വൈകുന്നേരം വരുമ്പോ കഴിഞ്ഞ മാസത്തെ ഓഫീസ് അക്കൗണ്ട്സ് എല്ലാം ഒന്ന് കൊണ്ടുവരണം. എനിക്കൊന്ന് വെരിഫൈ ചെയ്യാനാ. അല്ല മമ്മി, ഇന്ന് തന്നെ കൊണ്ട് കാണിക്കണം. ആ വേണം. ഇന്നത്തോടെ ഊണ് വെളിയിൽ തന്നെ. May I come in, sir? യെസ്, കം ഇൻ. മഞ്ജു, ശ്രീദേവി ഇവിടെ ഇല്ല, അപ്പുറത്താണ്. ഞാൻ ചേട്ടനെ കാണാൻ വന്നതാ. ഞാനൊരു കാര്യം പറഞ്ഞാ അത് സ്തുതിഗീതമായി ചേട്ടന് തോന്നരുത്. ഇല്ല, ഈ വീട്ടിൽ ചേട്ടനൊഴിച്ച് ബാക്കി എല്ലാവരും ഫൂൾസ് ആണ്. അത് കറക്റ്റ്. ആ ചേട്ടാ, നാളത്തെ ദിവസം എന്താണെന്നറിയോ? April 1st, അതായത് വിഡ്ഢികളുടെ ദിവസം. എല്ലാവരും ഫൂളാക്കാൻ വേണ്ടി ഞാനൊരു സൂത്രം ഒപ്പിക്കുന്നുണ്ട്. ചേട്ടനോട് മാത്രം പറയാം. നാളെ ടെറസിൽ ഈ വീട്ടിലെ എല്ലാവരും വരും. അവര് ഫൂളാകുന്ന കാണാൻ ചേട്ടൻ ആരെയും അറിയിക്കാതെ ടെറസിൽ വരണം. രാവിലെ കൃത്യം 10 മണിക്ക്. ഇങ്ങനെ ഓരോരോ വിധികൾ നാളത്തെ ദിവസം അറിയാത്ത ലോകത്ത് ആരെങ്കിലും ഉണ്ടാവും. അവരൊക്കെ എന്റെ പ്രദേശമായിട്ടൊന്നും ജനിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നാളെ കൃത്യം 10 മണിക്ക്. ഓക്കെ, 10 മണിക്ക്. നാളെ രാവിലെ 10 മണിക്ക്. ഇവനൊക്കെ അനുഭവിക്കുന്ന എനിക്കൊന്ന് കാണണം. അല്ല പിന്നെ അപ്പോ എല്ലാരും വരുമോ? ഉം. അവരെല്ലാരും ഫുൾസ് ആവുന്ന എനിക്കൊന്ന് കാണണം. പക്ഷെ മഞ്ജു, മമ്മി അറിഞ്ഞാൽ? അതിന് ആന്റി നാളെ ഓഫീസിൽ പോകും. അടുത്ത് റിലീസ് ചെയ്യാനുള്ള 2-3 പടങ്ങളുടെ സെൻസറിങ്ങിന് പോകണമെന്നാ പറഞ്ഞത്. അപ്പൊ രാജേട്ട, നാളെ രാവിലെ കൃത്യം 10 മണിക്ക്. ഓക്കെ? ഓക്കെ. ഇല്ലില്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എനിക്ക് അപ്പോഴേ അറിയാം ഞാൻ പറഞ്ഞ രവി വിശ്വസിക്കില്ലെന്ന്. എന്നാലും പറയാമെന്ന് കരുതി. കാരണം നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ. ഈ വീട്ടിൽ ഇത്ര ഇന്റലിജന്റും ഹാൻഡ്സമും ആയിട്ടുള്ള ഒരാൾ രവി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ വലയിൽ വീണുപോയത്. താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെന്റ്. അപ്പൊ നാളെ രാവിലെ 10 മണിക്ക് എല്ലാവരും ടെറസിൽ വരും. വരുമല്ലോ? തീർച്ചയായും. ചേടാ, എന്റെ മക്കളെല്ലാം ഇത്രയും മണ്ടന്മാരായി പോയല്ലോ. ഞാൻ ഇവരെ ഇത്രയും കാശ് ഒഴിവാക്കി പഠിപ്പിച്ചിട്ട് എന്തുവാ പ്രയോജനം? ഒരു ശകലം കോമൺ സെൻസ് ഇല്ലാതായി പോയല്ലോ. അങ്കിൾ, ഞാൻ പറഞ്ഞതുപോലെ നാളെ 10 മണിക്ക് എത്തണം. ചേച്ചി, കാര്യമൊക്കെ കൊള്ളാം. മമ്മി അറിഞ്ഞാൽ സ്ഥിതി എന്താണെന്ന് അറിയാല്ലേ. അവസാനം ചേച്ചിയും കൂടെ കാല് മാറി കഴിഞ്ഞാൽ പിന്നെ എന്റെ അഡ്രസ് പോലും കാണൂല. ഒന്നും സംഭവിക്കില്ല. ഡാൻസ് പഠിപ്പിക്കാനെന്ന് പറഞ്ഞോണ്ടാ ഞാൻ കൂടി നിൽക്കുന്നത്. നിന്റെ ഒരു ഡാൻസ് എന്നെ മമ്മൂട്ടിയായി തരാന്ന് പറഞ്ഞ ഒരു കാര്യം നടന്നില്ല. രണ്ടുപേരുടെ കാര്യം ഞാൻ ഏറ്റു. പക്ഷെ നാളത്തെ കാര്യം ഒരു കുഞ്ഞു പോലെ അറിഞ്ഞു പോരുത്. ചേച്ചി, ആരെയും കാണുന്നില്ലല്ലോ. കരുതോളൊന്നും എത്തിയിട്ടില്ലെന്നാ തോന്നുന്നത്. ആ, വരട്ടെ. ഡാഡി, നീയാ? ഞാൻ കാലത്തെ ഒരല്പ കാറ്റുവെള്ളം വന്നാ. രാവിലെ ഇത്തിരി കാറ്റുള്ളത് നല്ലതാ. അല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോ ഇങ്ങനെ. എന്താ രണ്ടുപേരും ഇവിടെ? നീ ഇവിടെ ഇപ്പൊ എന്തിനു വന്നു? ഞാൻ കുറെ ദിവസം ടെറസിന്റെ മുകളിലൊക്കെ വന്നിട്ട് ചുമ്മാ ഇവിടെയൊക്കെ എങ്ങനെയുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാ. എന്താണ് പതിവില്ലാതെ നമ്മുടെ വീട്ടിലൊരു ചിരിയും കളിയും ഒക്കെ? എടാ കഴുതകളെ, നീയൊക്കെ ഇത്ര മണ്ടന്മാരായി പോയല്ലോടാ. ആ മഞ്ജു നിങ്ങളെ ഏപ്രിൽ ഫൂളാക്കിയതാ. അയ്യോ ഡാഡി, മഞ്ജു എന്നോട് പറഞ്ഞതാ നിങ്ങളെയൊക്കെ ഏപ്രിൽ ഫൂളാക്കാൻ ടെറസിൽ വരുത്തുന്നു. എന്നോടും പറഞ്ഞതാ. അയ്യോ ഡാഡി, എന്റെ അടുത്തും പറഞ്ഞു. ഓഹോ, അവള് നമ്മളെല്ലാം ഫൂളാക്കിയതാണെന്നാ തോന്നുന്നത്. ഏതായാലും നമ്മൾ ഫൂളായ ഒരു അവൾ അറിയുന്നതിനുണ്ട്. നമുക്ക് വേഗം സ്ഥലം വിടണ്ട. യുവർ അറ്റൻഷൻ പ്ലീസ്. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞതനുസരിച്ച് ഈ ടെറസിൽ വന്ന് ഏപ്രിൽ ഫുള്ളായി നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. വരണം. എല്ലാവർക്കും ഈ സ്റ്റേജിന് മുമ്പിലുള്ള കസേരയിൽ വന്നിരിക്കാം.
വേണ്ടി ബാലെ രൂപത്തിലുള്ള ഒരു നൃത്ത പരിപാടി അവതരിപ്പിക്കാൻ പോവുകയാണ്. ബാലയുടെ പേര് അടിമത്വത്തിൽ നിന്നുള്ള മോചനം. പത്മാവതി, നീ ഒന്ന് സമാധാനപ്പെട്. നമ്മുടെ മക്കൾ ചിരിച്ച് സന്തോഷമായി കഴിയുന്നത് നിനക്കിഷ്ടമല്ലേ? ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഈ വീടിനെ ഒരു ഹോട്ടലോ നൃത്തശാലയോ ആക്കി മാറ്റാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അതും ആയിക്കോട്ടെ. കുഞ്ഞിന്റെ ചിട്ടകളും ശീലങ്ങളും നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പത്മാവതി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക. വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. ശരി, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ എന്തിനാണ് നിങ്ങളെ വിളിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുവരെ ഈ വീട്ടിൽ ഞാൻ പറയുന്നത് പോലെ മാത്രമേ എല്ലാം നടന്നിട്ടുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന്. ഇന്നുവരെ ഈ വീടിനെ കുറിച്ചും എന്റെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനവും സന്തോഷവുമായിരുന്നു. പക്ഷെ ഇന്നെല്ലാം നഷ്ടപ്പെട്ടു. ഇന്നിവിടെ നടന്ന സംഭവം എന്നോടുള്ള തിരിച്ചടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നെ അനുസരിക്കാൻ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ അതിന്റെ മുഖത്ത് നോക്കി പറയാമായിരുന്നല്ലോ. അതിന് പകരം ഞാനില്ലാത്തപ്പോൾ നമ്മുടെ വീട് ഇത്ര അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്റെ ഒരാളുടെ കഴിവുകൊണ്ട് മാത്രമാണ്. ഞാൻ ഇത്രയും കർശനമായിരുന്നില്ലെങ്കിൽ രോഗിയെ നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും സദാസമയം ക്ലബും ചീട്ടുകളുമായി ജീവിതം നശിപ്പിക്കുമായിരുന്നു. നീ ഒരു ഡോക്ടർ ആവില്ലായിരുന്നു. ദാ ഇവൻ പഠിപ്പ് നിർത്തി സിനിമാ ഭ്രാന്ത് പിടിച്ച് എവിടെയെങ്കിലും അലിഞ്ഞു തിരിയുമായിരുന്നു. ഞാനിങ്ങനെ കടുംപിടുത്തം പിടിച്ചതുകൊണ്ടാ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനെങ്കിലും നിങ്ങൾ എല്ലാവരും ആ ഡൈനിങ് ടേബിളിലോട്ട് വന്നിരുന്നത്. അതൊക്കെ നമ്മുടെ കുടുംബത്തിന് നന്ദിക്ക് വേണ്ടി മാത്രമായിരുന്നില്ലേ? പക്ഷെ നിങ്ങൾക്ക് തോന്നിയത് അതെല്ലാം ഒരുതരം അടിമത്തമായിട്ടാണ്. ആ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം. മമ്മി, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. മറ്റന്നാൾ നിങ്ങളുടെ അമ്മാവിന്റെ മകൻ ജയദേവന്റെ വിവാഹമാണ്. ഞാൻ പറഞ്ഞിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം, പോകാതിരിക്കാം. ആന്റി, മോളോട് ദേഷ്യാണോ? മോളിനോട് തെറ്റും ചെയ്യില്ല. മുത്തശ്ശി മോളോട് പിണങ്ങരുത്. വിഷമിക്കാതിരിക്കും മഞ്ജു, എല്ലാം ശരിയാകും. ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പോവാണ്. ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല. നോ, മഞ്ജു ഇവിടുന്ന് പോകരുത്. മഞ്ജു ഇല്ലാതെ എനിക്ക്... ഇല്ല രവി, ആന്റി ഒരിക്കലും നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കില്ല. അഥവാ മമ്മി സമ്മതിച്ചില്ലെങ്കിലും മഞ്ജുവിനെ ഞാൻ വിവാഹം കഴിക്കും.
നാളെ ഞങ്ങളെല്ലാം അമ്മാവന്റെ മകന്റെ വിവാഹത്തിന് കണ്ണൂർക്ക് പോവുകയാണ്. വിവാഹം കഴിഞ്ഞ് വന്നിട്ട് മമ്മിയുമായി എല്ലാം സംസാരിച്ച് ശരിപ്പെടുത്താം. ഞാൻ വരുന്നതുവരെ മഞ്ജു ഇവിടെ തന്നെ ഉണ്ടാകണം.